പിത്തക്കാളി എന്ന് വിളിക്കുന്നതും നടനടി ശകുന്തള ഇപ്പോഴുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു ക്യാരക്ടർ രണ്ടാമത്തെ പാട്ടെടുത്തപ്പോഴും ഞാൻ ചെയ്തായിരുന്നു. പക്ഷെ നമ്മുടെ മാന്താർമത്തായി പോലും അത് അത്രയും കൂടി കയറി വന്നില്ല. ആ പാട്ട് ഞാൻ ഒരുപാട് റിസ്ക് എടുത്തു. എനിക്ക് ഡാൻസ് അറിയില്ല, പക്ഷെ പടം കണ്ടിട്ട് ഞാനേ ഇരുന്ന് കയറി ഇത് ഞാൻ തന്നെയോ പാട്ടൊന്ന് പാടാ ചേച്ചി? അയ്യോ എന്റെ അമ്മേ, ഒരുപാടുണ്ട്. വഴിമറന്ന് കുഴിയിൽ വീണ് പിടയും കരളെടുത്ത് കലങ്ക ചിലങ്ക പണിയും, അങ്ങനെ ഒത്തിരി ഒത്തിരി കയ്യും ചലിക്കണം തലയും കറക്കണം എല്ലാം കൂടി ആയപ്പോ ഞാൻ ചോദിച്ചു ഇത് എന്നെ കൊണ്ട് പറ്റുമോ? അവര് ഞാൻ അവസാനം നേരെ സ്റ്റേജിന്റെ പുറകെ ചെന്നിട്ട് എന്റെ പണിമല മുരുക ഈ പാട്ട് എന്നെ കൊണ്ട് നല്ല രീതിയിൽ ചെയ്യിച്ചു ഞാൻ ചവിട്ടി മല കയറിക്കോളാം സത്യം ഞാൻ പ്രാർത്ഥിച്ച്. അപ്പൊ എന്നോട് പറഞ്ഞു പ്രിയങ്ക ഒരു കാര്യം ചെയ്യേ, ഞാനിപ്പോ ആ ഡയറക്ടറുടെ പേര് പറയുന്നില്ല കേട്ടോ, അസോസിയേറ്റ് ആയിരുന്നു. അദ്ദേഹം പറഞ്ഞു പാട്ട് തുടങ്ങുന്നതിന് 1 2 3 4 5 6 പറഞ്ഞ് ഇങ്ങനെ നിന്നാ മതി എന്ന്. ഞാനും അതേപോലെ ചെയ്തു. പാട്ട് തീരുന്നവരെ പറഞ്ഞു 1 2 3 4 5 6 സാറ് വിളിച്ചു പാട്ട് പാടിയായിരുന്നോ? ഞാൻ ഇങ്ങോട്ട് വാ ആ പാട്ടൊന്ന് പാടിക്കേ. ഇവിടുന്ന് പാടാൻ എന്നെ കൊണ്ട് പറ്റൂല, എനിക്ക് പാട്ട് പാടാൻ പറ്റും. അവസാനം എന്തോ ഭാഗ്യത്തിന് ആ പാട്ട് കണ്ടാൽ നിങ്ങൾക്ക് പടത്തിൽ കണ്ടിട്ടുണ്ടാവും, അത്ര പെർഫെക്റ്റ് ആയിട്ട് ആനന്ദകുട്ടൻ ചേട്ടനായിരുന്നു ക്യാമറ. അതെനിക്ക് ഭയങ്കര എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഇതാണ്. എല്ലാവരും വെച്ചാൽ അപ്പം ഓൾറെഡി നമ്മുടെ ശോഭന ചേച്ചി മറ്റേ മണിച്ചിത്രത്താഴിലെ മറ്റോ ഡാൻസും ഒക്കെ ചെയ്ത് നിൽക്കുന്ന സമയത്താണ് ഞാൻ ആളെടുത്തിട്ടുള്ള ഈ കലാശം കാണിക്കുന്നത്. ശോഭനയ്ക്ക് പഠിക്കണ പോലെ എന്നെ കൊണ്ട് അറിയാൻ പാടാത്ത കാര്യം ഞാൻ ചെയ്തു.